ജിൻഡോ, ഈ സമയത്തും ഈ പൗരത്വ പ്രക്ഷോഭ കാലത്തെടുത്ത കേസുകൾ പിണറായി വിജയൻ പിൻവലിക്കുന്നില്ല എന്ന വിമർശനം നിങ്ങൾ ഉയർത്തുന്നു. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിനെക്കുറിച്ച് നിങ്ങൾ ആക്ഷേപിക്കുന്നു. എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒറ്റക്കെട്ടായി ഈ നിയമത്തിനെതിരെ പോരാടേണ്ടതിന് പകരം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടേത് അജണ്ടയില്ലേ? അജിംസ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ എൻ്റെ അഭിപ്രായം പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഒന്നാമത്തത്, ഇവർ ഈ പറയുന്ന പോലെയല്ല. ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, പണ്ട് പുൽവാമയൊക്കെ ഉണ്ടായ പോലെ അല്ലെങ്കിൽ ബാലാക്കോട്ടിലെ സർജിക്കൽ സ്ട്രൈക്ക് പോലെയൊക്കെ ആസൂത്രിതമായിട്ടുള്ള അത്തരം അക്രമങ്ങൾ നടത്തി ഇലക്ഷൻ ജയിക്കാമെന്നുള്ള സ്ട്രാറ്റജി ഇനി നടത്തിയാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഇനി പെട്ടെന്ന് നടത്താൻ പറ്റുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ പറഞ്ഞ CAA. അതുകൊണ്ടാണ് 9 പ്രാവശ്യം എക്സ്റ്റൻഷൻ നടത്തിയിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത്, ആസന്നമായ സമയത്ത് ഇതിങ്ങനെ വന്ന് പ്രഖ്യാപിച്ച് നോക്കുന്നത്. ഇപ്പോൾ അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചർച്ച ചെയ്ത് അതിൻ്റെ പുറകെ പോകട്ടെ. നിത്യനിദാനമായിട്ടുള്ള ജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകുക. ഇവിടെ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ്, നമ്മൾ മൗനമായിരിക്കുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത്, സംഘപരിവാർ രാഷ്ട്രീയം ഈ രാജ്യത്തെ ഭരണഘടനയെ പോലും അസ്ഥിരപ്പെടുത്തുന്ന കാലത്ത് നമ്മുടെ മൗനമാണ് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമെന്ന് വിചാരിക്കുന്നതാണ് കോൺഗ്രസ്. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കുന്നു. അതുകൊണ്ട് മൗനമായിരിക്കാതിരിക്കുക, ലീഗലായിട്ട് ചെയ്യാവുന്ന എല്ലാ പോരാട്ടങ്ങളും നടത്തുക. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലൂടെ ഈ നരാധമന്മാരെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുമുള്ള നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, റഷ്യയിൽ വ്ളാഡിമിർ പുടിനെതിരെ സംസാരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിഷം കൊടുത്ത് കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ കൊല്ലുന്നു. ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ നേരിട്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് സമൂഹത്തിൽ വിഷം വിതച്ചുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കുന്നു, അതിലൂടെ ലാഭം കൊയ്യുന്നു. അതിനും അപ്പുറത്ത് പാർലമെന്റിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ അസ്ഥിരപ്പെടുത്തുന്നു, അയോഗ്യരാക്കുന്നു. നമ്മൾ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പ്രിന്റു മഹാദേവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ഈ CAA നടപ്പാക്കുന്നു, മറ്റു പല കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ അവർ നെഹ്റുവിലേക്കും പട്ടേലിലേക്കും ഗാന്ധിയിലേക്കൊക്കെ പോവുക. ഞാൻ പറയുന്നത്, BJPക്കാർ നിങ്ങൾ എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്തു, പക്ഷേ ആ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാനുള്ള സാമാന്യമായിട്ടുള്ള രാഷ്ട്രീയ മര്യാദ നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ വാല് കൊണ്ടുപോയി കെട്ടുന്നത് ഗാന്ധിജിയുടെയും പട്ടേലിന്റെയും നെഹ്റുവിന്റെയും ഒക്കെ ലെഗസിയിലാകരുത്. അതിനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഗാന്ധിയെയും നെഹ്റുവിനെയും പട്ടേലിനെയും കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ, നിങ്ങൾ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാകുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1893 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന അഫ്ഗാനിസ്ഥാൻ അന്ന് വിഭജിക്കപ്പെട്ട് മാറുന്നത്. അതിനുശേഷം 1937 ബർമ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി, മ്യാൻമാർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഇമിഗ്രൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മ്യാൻമാറിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിംസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ വാദത്തെ അംഗീകരിക്കണം. രണ്ടാമത്, നിങ്ങൾ അഖണ്ഡ ഭാരത ഇതാണ് അസ്ത്രം സൂക്ഷിച്ച സ്ഥലമാണ് ഓസ്ട്രേലിയ. അഖണ്ഡ ഭാരതത്തെ കുറിച്ച് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഓസ്ട്രേലിയ വരെ അതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു അഖണ്ഡ ഭാരതത്തിന്റെ കാലഘട്ടം BJPക്കാർ ഏത് വർഷം തുടങ്ങിയാണ് എടുക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. ഏത് വർഷം തൊട്ട്, BC തൊട്ടാണോ AD തൊട്ടാണോ, ഏത് കാലഘട്ടം മുതലാണ് നിങ്ങൾ അഖണ്ഡ ഭാരത സംസ്കാരം എടുക്കുന്നത്? ആ കാലഘട്ടം എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിബേറ്റ് കുറെ കൂടി വിസ്തരിച്ചു പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ ടെന്റുകളിൽ കഴിയുന്ന അഭയാർത്ഥികളുടെ സങ്കടത്തെക്കുറിച്ച്, ദുരിതത്തെക്കുറിച്ച്, ആ ടെന്റുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണവും അന്നവും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? G20 നടപ്പാക്കുമ്പോൾ നിങ്ങൾ എത്ര കോടി രൂപ ചെലവഴിച്ച ആ ടെന്റുകളൊക്കെ മറച്ചു കെട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാരിക്കേഡ് തീർത്തത്? അപ്പോ നിങ്ങൾക്ക് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരോട് യാതൊരു അനുകമ്പയുമില്ല. നിങ്ങൾക്ക് അധികാരത്തിലെത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ BJPയുടെ പ്രതിനിധിയോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങളെല്ലാം ശരിയായിട്ടല്ല, നിങ്ങളോട് പറഞ്ഞ് ഇതിന്റെ പുറകെ പോകുമ്പോൾ ഇലക്ഷന്റെ യഥാർത്ഥ വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇനി CPMന്റെ ആക്ഷേപം, ഞങ്ങൾ CPMനെതിരെ ഇക്കാര്യത്തിൽ ഒന്നാമത് CAA പ്രഖ്യാപിച്ചപ്പോൾ 2019 യോജിച്ച സമരം നടത്തിയിരുന്നല്ലോ. എത്രയോ സമരങ്ങൾ കേരളത്തിൽ നടത്തി, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ ഇതിലൊരു ദുഷ്ടലാക്ക് CPMനുണ്ട്. ഇലക്ഷൻ ആകുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ചില ലാക്കുകൾ നടപ്പാക്കുന്നു. ഇതിൽ 835 കേസെടുത്തതിൽ 69 കേസ് മാത്രം പിൻവലിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപം, അത് വെറുമൊരു ആക്ഷേപമല്ല. ഇവിടെ ആ ആക്ഷേപം എങ്ങനെയാണ് വരുന്നത്? ഇന്നലെ പോലും യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ, MSFകാർ അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റിക്കാരൊക്കെ സമരം ചെയ്യുമ്പോൾ അവർക്കെതിരെ ഇരിക്കുന്ന കേസുകളിൽ ഒരെണ്ണം എന്താണെന്നറിയോ? കലാപാഹ്വാനം. എങ്ങനെയാ CAAക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്കെതിരെ പിണറായി വിജയന്റെ പോലീസ്, ഇടതുപക്ഷമെന്ന് ഇവർ അവകാശപ്പെടുന്ന ഗവൺമെന്റിന്റെ പോലീസിന്റെ നയപരിപാടിയിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന എങ്ങനെയാ ജിംസേ? അതുകൊണ്ട്
എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവരോട് യോജിക്കാൻ പറ്റാത്തത്? 69 കേസുകൾ പിൻവലിച്ചു, ബാക്കി കേസുകൾ പിൻവലിക്കാൻ പറ്റാത്തത് കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ DMK സർക്കാർ എല്ലാ കേസും പിൻവലിക്കുന്നുണ്ടല്ലോ. അതേ ആർജവം കേരളത്തിൽ പിണറായി സർക്കാരിന് പറ്റാത്തത് എന്താ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകളെല്ലാം മറന്നു പോയതിനു ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായം നമ്മൾ കേട്ടില്ലേ? രഹസ്യമായിട്ടുള്ള, അതായത് മാധ്യമങ്ങൾക്ക് പോലും ആക്സസ് ഇല്ലാത്ത ഒരു മീറ്റിംഗിൽ അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ പരാമർശം ഇടതുപക്ഷത്തിന്റെ ആളുകൾ, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളല്ലേ പൊതുസമൂഹത്തിന് ചോർത്തി നൽകിയത്? അത് കേരളത്തിലെ സമൂഹത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. രണ്ടാമത്തത്, എല്ലാ നമ്പൂരിമാരുടെയും പൂണൂൽ പുറത്താണെങ്കിൽ EMSന്റെ പൂണൂൽ അകത്താണ് എന്ന് പറഞ്ഞ CH മുഹമ്മദ് കോയയുടെ പ്രസ്താവന അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ ബെഹ്റയും ഗുജറാത്തുമായി ബന്ധപ്പെട്ട വിഷയം. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസനായിട്ടുള്ള ഉദ്യോഗസ്ഥന ബെഹ്റയ്ക്ക് ഗുജറാത്ത് കലാപകാലത്ത് BJPയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുണ്ടായ ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇപ്പോഴും കേരളത്തിൽ പൊതു ചർച്ചയാണ്. അടുത്തത്, കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗാണെന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുന്നു. മുസ്ലിം ലീഗ് കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക? മുസ്ലിങ്ങൾ എന്തോ മോശപ്പെട്ട ആളുകളാണ് എന്നല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ആളുകളുടെ ഇടയ്ക്ക് ഭിന്നിപ്പിന് കൊണ്ടുവരുന്ന പിണറായി വിജയന്റെ നയവും മോദിയുടെ നയത്തിൽ നിന്ന് വ്യത്യാസമില്ല. ഇനി ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ സ്വഭാവമുള്ള നാടാണ് എന്ന് പറഞ്ഞ് പോലീസിന്റെ റിപ്പോർട്ട് പറഞ്ഞു പൂർത്തിയാക്കട്ടെ അജിംസെ. പോലീസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് തിരുത്താൻ, SP-യുടെ റിപ്പോർട്ട് തിരുത്താൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായോ? ഈ ചോറ്റാനിക്കര അമ്പലത്തിലല്ലേ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദുവായിട്ടുള്ള ചെറുപ്പക്കാരന്റെ കൂടെ, സുഹൃത്തിന്റെ കൂടെ അമ്പലത്തിൽ കാർ ഓടിച്ചു വന്നതിന്റെ പുറത്ത് അമ്പലത്തിന് പുറത്ത് ആ സഹോദരൻ പുറത്തു വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്നപ്പോ ബാബു എന്ന് പറഞ്ഞ SI കേസെടുത്ത് മർദ്ദിച്ചത്, അതിനെതിരെ എന്ത് നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? ഇനി ആലുവയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആലുവ ഒരു പ്രത്യേക സ്ഥലമാണെന്ന് പരാമർശിക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ ബോധ്യം എന്താണ്? അത് നമുക്കറിയണ്ടേ? MR അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ പിണറായി വിജയന്റെ പോലീസിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ 2 ട്രെയിൻ തീവെപ്പ് അക്രമം നടക്കുമ്പോൾ ആ 2-ൽ ഒരെണ്ണത്തിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുറ്റക്കാരനാണെങ്കിൽ അത് സാധാരണപ്പെട്ട മാനസിക രോഗി, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണെങ്കിൽ അയാൾ റാഷണലൈസ് ചെയ്യപ്പെട്ടു എന്ന് MR അജിത് കുമാർ പോലീസിന് വന്ന വീഴ്ചയെ കുറിച്ച് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇത് തമ്മിൽ കൂട്ടിക്കെട്ടാമെന്നുള്ള മറ്റു ക്വസ്റ്റ്യൻ. ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഇടപെടുന്നത്.